നമസ്കാരം. കൂട്ടക്ഷരങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പവിത്ര ഉണ്ണി. ഇന്ന് പുസ്തകപ്രേമി കൊണ്ടുവന്നിരിക്കുന്നത് വളരെ പഴയ ഒരു പുസ്തകമാണ്. 1972 പുറത്തിറങ്ങിയ പി പത്മരാജന്റെ നക്ഷത്രങ്ങളെ കാവൽ എന്ന നോവൽ. 1972 താൻ എഴുതിയ ആദ്യത്തെ നോവലിലൂടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ ഒരു രചയിതാവാണ് പി പത്മരാജൻ. പി പത്മരാജൻ നമുക്ക് കുറച്ചുകൂടി പരിചിതനായിരിക്കുന്നത് ഒരു സിനിമ സംവിധായകൻ എന്ന നിലയിലായിരിക്കും. പി പത്മരാജനെ കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. 1945 മെയ് 23 ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്ത് ഞവരക്കൽ വീട്ടിൽ അനന്തപത്മനാഭപിള്ള ദേവകിയമ്മ ദമ്പതികളുടെ മകനായി ജനിച്ചു. മുതുകുളം ബോയ്സ് ഹൈസ്കൂൾ, തിരുവനന്തപുരം MG കോളേജ് എന്നിവിടങ്ങളിൽ പഠനം. 1963 രസതന്ത്രത്തിൽ ബിരുദം നേടിയതിനു ശേഷം ഒരു വർഷം മഹാപണ്ഡിതനായ ചേപ്പാട് അച്യുതവാര്യർക്ക് കീഴിൽ സംസ്കൃതം പഠിച്ചു. 1965 ഏപ്രിലിൽ AIR തൃശൂർ നിലയത്തിൽ പ്രോഗ്രാം അനൗൺസറായി. 1965 കൗമുദിയിൽ പ്രസിദ്ധീകരിച്ച ലോല മിൽഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ് എന്ന കഥയാണ് പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ രചന. തുടർന്ന് 15ഓളം നോവലുകളും 120-ൽ പരം ചെറുകഥകളും രചിച്ചു. 1972 ആദ്യ നോവൽ നക്ഷത്രങ്ങളെ കാവൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി. 1974 പ്രയാണം എന്ന ചലച്ചിത്രത്തിലൂടെ തിരക്കഥാരചനയിലേക്കും സംവിധാനത്തിലേക്കും കടന്നു. സ്വന്തമായി സംവിധാനം ചെയ്ത ചിത്രങ്ങളുടേതുൾപ്പെടെ 36 തിരക്കഥകൾ രചിച്ചു. നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടി. 1991 ജനുവരി 23 കോഴിക്കോട്ട് അന്തരിച്ചു. 1972 എഴുതിയിട്ടുള്ള ഒരു നോവൽ എന്നതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിന്റെ രീതികളും സ്വഭാവങ്ങളും ഒക്കെ ഉള്ള ഒരു നോവലാണിത്. ഈ നോവൽ കുറച്ച് ഞാൻ വായിക്കാം. തങ്ങളെക്കാൾ ശക്തി കൂടിയ തങ്ങളുടെ തന്നെ തരക്കാർ വന്നാൽ മാത്രം സ്ഥാനമൊഴിഞ്ഞു കൊടുക്കുന്നവരാണ് ദുഃഖങ്ങൾ. കല്യാണിക്കുട്ടിയുടെ മനസ്സിലും അവയ്ക്ക് അതുകൊണ്ട് സ്ഥിരമായ ഇരിപ്പിടം ലഭിച്ചിരുന്നില്ല. ഒന്നിരിക്കാനായി മൂടുറപ്പിച്ചു കഴിയുമ്പോഴേക്കും മറ്റൊന്ന് കടന്നു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റെല്ലാറ്റിനെയും ആട്ടിയോടിച്ചുകൊണ്ട് തറച്ചു കയറുന്ന ഒരു സൂചി പോലെ പ്രഭുവിന്റെ പെരുമാറ്റം അവളെ തളർത്തുക തന്നെ ചെയ്തു. എന്തുതന്നെയായാലും കരയില്ല എന്ന് വാശി പിടിച്ചിരുന്നതാണ്. എന്നിട്ടും നേരത്തെ വന്നു കിടന്ന് തലയിണയുടെ കോണിൽ കടിച്ച് ശബ്ദമമർത്തി കണ്ണുനീരൊഴുക്കിപ്പോയി. ആരും കാണാതെയിരിക്കണേ എന്ന ഒറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ. വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധത്തേക്കാൾ അവളെ ദുഃഖിപ്പിച്ചത് താൻ എത്ര വലിയ ബുദ്ധിശൂന്യായിരുന്നു എന്ന ചിന്തയാണ്. അത് മനുഷ്യന്റെ ഒരുതരം ദുർബലതയാണ്, ആണിന്റെയും പെണ്ണിന്റെയും. തനിക്ക് മാത്രം അബദ്ധങ്ങളൊന്നും പറ്റുകയില്ല എന്ന് വിശ്വസിക്കുന്ന ചില മിടുക്കന്മാരുണ്ട്. അവർക്ക് പലപ്പോഴും പറ്റുന്നത് അത്രയും മടയത്തരങ്ങളായിരിക്കും. അത് മനസ്സിലാക്കാതെ ഇരിക്കുന്നിടത്തോളം തകരാറൊന്നുമില്ല. മനസ്സിലായി കഴിയുമ്പോൾ ആകെ തകരുന്നു. കുത്തിയൊഴുകുന്ന മലവെള്ളപ്പാച്ചിലെ മൺതരി പോലെയാണ് പിന്നീട് ഹൃദയം. കല്യാണിക്കുട്ടിക്കും അതുതന്നെ സംഭവിച്ചു. സന്ധ്യയ്ക്ക് തന്നെ നിലാവെത്തിയിരുന്നു. എല്ലാ മരങ്ങളിലും ഇലകളിലും അത് ഓടി നടന്ന് മരുന്നു പുരട്ടി. പകലിൽ ചുട്ടുനിന്നിരുന്ന അവയ്ക്കെല്ലാം കുളിർമയും ആശ്വാസവുമായി. അതോടെ മഞ്ഞ് പെയ്തു തുടങ്ങുകയും ചെയ്തു. താഴെ ശബ്ദങ്ങളൊക്കെ നേർത്ത് നേർത്ത് ഒടുവിൽ ഭവാനി അടുക്കളവാതിൽ കൊട്ടിയടയ്ക്കുന്നത് വരെയും അവൾ ചെവിയോർത്ത് കിടന്നു. പിന്നെ എല്ലാം നിശബ്ദം. അല്ലെങ്കിൽ തന്നെ ഈയിടെയായി വീട്ടിൽ വലിയ അനക്കമൊന്നുമില്ല. ആർക്കും പഴയ പ്രസന്നത കാണാനില്ല. എന്തു പറ്റിയോ ആവും. ദിവസേന തന്നെക്കുറിച്ചുള്ള ഓരോ പുതിയ കഥകൾ ഭവാനി കൊണ്ടുവന്നു. അത് തന്നെ ഒഴികെ മറ്റെല്ലാവരെയും പിടിച്ചുലയ്ക്കുന്നു. ഭീതിയുടെ, നിസ്സഹായാവസ്ഥയുടെ ഒരന്തരീക്ഷം. ഈ നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തേക്കാം. പുസ്തകപ്രേമി മറ്റൊരു പുസ്തകവുമായി വീണ്ടും മടങ്ങിയെത്തും. അതുവരേക്കും നന്ദി, നമസ്കാരം.